ഹലോ ഗായ്സ്, ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ദുബായിൽ. ഞങ്ങൾ ലിഗോ ലാൻഡിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കാണ്. ദുബാ കാണുന്നതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ദുബായുടെ ഫ്യൂച്ചർ ടെക്നോളജി എങ്ങനെ ഇരിക്കുമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു തരും അവർ. ഓക്കെ, ഞങ്ങൾ ലിഗോ ലാൻഡിലോട്ട് എത്തി. ഓൾമോസ്റ്റ് എല്ലാ കാർ പാർക്കിങ് വളരെ വേക്കൻ്റായിട്ട് കിടക്കുക. കാര്യം ഇത് ഓഫ് സീസണാണ്, അത്ര അധികം റഷൊന്നുമില്ല. ഓക്കെ, ഫൈനലി വി റിച്ച്ഡ്. ആ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വണ്ടിക്കകത്ത് നമ്മളെ കൊണ്ടുവരും. കുറേ എനിക്ക് തോന്നുന്നു 2-3 കിലോമീറ്റർ കാണുമെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ ലിഗോ ലാൻഡിലോട്ട് എത്തി. എപ്പോഴും ശ്രദ്ധിച്ചു, ഇവരുടെ കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഭയങ്കര കോസ്റ്റ്ലിയാണ്. കുറേ ഏജൻസി ഉണ്ട്, അല്ലാതെ നമ്മൾ ഓൺലൈൻ വഴി എടുക്കുന്നതായിരിക്കും ഭയങ്കര ലാഭം. ഇത് ലിഗോ ലാൻഡിൻ്റെ ഒരു റെപ്ലിക്ക ഫാക്ടറിയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ പീസസ് ഉണ്ടാക്കുന്നത്? ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. അത് വളരെ ഹാംഫുൾ അല്ല ചിൽഡ്രന്. നമ്മൾ ഈ കുറഞ്ഞ പ്ലാസ്റ്റിക് സാധനമൊക്കെ വാങ്ങിക്കത്തില്ലേ, അതിനേക്കാളും ഭയങ്കര ഹൈ ക്വാളിറ്റി സാധനമാണ് ഇത്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ തിയേറ്ററുണ്ട്. ആ തിയേറ്ററിൻ്റെ അകത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്യും ഈ ഫാക്ടറി എന്നാണ് ഫൗണ്ട് ചെയ്തത്, എന്നാണ് ഈ ഫാക്ടറി ഉണ്ടായത്, പീസസൊക്കെ എന്നാണ് ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയത്. ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ നമ്മുടെ കയ്യിലോട്ടൊരു ചെറിയൊരു 2-3 ലിഗോ ടോയ്സ് തരും. പിന്നെ ഇത് റൈഡാണ്, 10, 30, 40 റൈഡുണ്ട്. എല്ലാത്തിലും കയറി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 1-2 എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം അന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല ഒരു ബ്ലോഗിങ് ചെയ്യണോ. തെന്നിയും മോളും വേറെ ഇതിൽ കയറി, ഞങ്ങൾ വേറെ ബോട്ടിലോട്ട് കയറി. ഞാനും ഹർജിത്തും ഹർദീവും കൂടി. ഇത് ലിഗോ ടോയ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് ആ ബുർജ് ഖലീഫ. അങ്ങനെ ദുബായ് മോളുണ്ട്. ദുബായ് സിറ്റിക്കകത്തുള്ള ഒരുമാതിരിപ്പെട്ട ബിൽഡിങ്സ് എല്ലാം ഉണ്ട്. എനിക്കെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. 1-2 മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ ഫുട്ടേജ്. ഇറ്റ്സ് എ ഹ്യൂജ് ലിഗോ പീസസ്, ഭയങ്കര ഹ്യൂജായിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്, പിള്ളേരോ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. നമുക്ക് നല്ല ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ഫയർ എഞ്ചിൻ്റെ വാൻ. ഇറ്റ് വാസ് ഓൾസോ വെരി ഫൺ. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വെള്ളമൊക്കെ വരും. അതാ നമ്മൾ ഈ ഫയർ പോലത്തെ ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കി. ഇറ്റ് വാസ് വെരി നൈസ്. പിന്നെ ഇത് ഒറിജിനൽ ടോയ്സ് ഡോളാണ്. ഇതിൻ്റെ അകത്തിരുന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. ഇതവിടെ വണ്ടി ഓടിക്കാൻ തരും, എന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പോലും നമ്മുടെ കയ്യിൽ തരും. ഇത് ഒറിജിനൽ ലിഗോ കാസ്റ്റിലാണ്. അടിപൊളിയായിട്ട് ഒറിജിനൽ കണക്ക് തന്നെ ഇരിക്കും. ശരിക്കും നമ്മൾ കാർട്ടൂണിലും ലിഗോയുടെ ടോയ്സിലൊക്കെ കാണുന്ന കണക്ക് തന്നെ. ഇതിൻ്റെ അകത്ത് ഒരുപാട് റൈഡുണ്ട്, അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ സബ്മെറൈനിൽ പോയി. ഈ സബ്മെറൈനിൽ കയറുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഈ സബ്മെറൈനങ്ങ് പോകും. എല്ലാം ഒറിജിനൽ ഫിഷാണ് ഇതിൻ്റെ അടിയിരിക്കുന്നതെല്ലാം. പ്രത്യേകം പറഞ്ഞ് നമ്മൾ ക്യാമറയ്ക്കകത്ത് ഫ്ലാഷ് ഉപയോഗിക്കാൻ പാടില്ല. ഓരോ ഫിഷിൻ്റെ മുകളിൽ വരുമ്പോഴും അത് തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് പറഞ്ഞു തരും ഇത് ഏത് ഫിഷാണ്, എങ്ങനത്തെ ഫിഷാണ്. ഇപ്പോൾ ഈ മോളുടെ കയ്യിലും ധന്യയുടെ കയ്യിലിരിക്കുന്ന ആ പോപ്കോണിൻ്റെ ആ ബോക്സ് ഉണ്ടായിരുന്ന, ഒരിക്കലും ഞങ്ങൾക്ക് അബദ്ധം പറ്റരുത്. വന്ന് കയറിയ ഉടനെ അവർ ചോദിക്കും വേണോ, നമ്മൾ അപ്പോഴേ വാങ്ങിച്ചേക്കണം. കാര്യം ഇത് അൺലിമിറ്റഡ് ആണ്. ആദ്യത്തെ 1 ടൈം പേയ്മെൻറ്റേ ഉള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റിയൽ മാട്രിക്സിൻ്റെ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു ടിക്കറ്റിലാണ് കേട്ടോ. 4 പാർക്കുണ്ട് അവിടെ ലിഗോ ലാൻഡിൻ്റെ അകത്ത്. ലിഗോ ലാൻഡ് വാട്ടർ പാർക്ക്, റിയൽ മാഡ്രിഡ് ക്ലബ്ബ്, പിന്നെ യൂണിവേഴ്സൽ സ്റ്റേഡിയം ഉണ്ട്. പക്ഷേ മോന് ഫുട്ബോൾ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് റിയൽ മാഡ്രിഡിൻ്റെ പാർക്കിൻ്റെ ക്ലബിൻ്റെ ടിക്കറ്റും ലിഗോ ലാൻഡിൻ്റെ ടിക്കറ്റും കൂടെ ഒരുമിച്ചെടുത്ത്. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഓൺലൈനിൽ അല്ലെങ്കിൽ ഏജൻറ്റ് മുഖാന്തരം എടുക്കുക. ഇവിടുത്തെ ഓപ്പൺ കൗണ്ടറിൽ ചെന്ന് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് പൈസ, ചിലപ്പം ഡബിൾ പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. എല്ലാം അവിടെ കളിച്ച കപ്പുകളാണ്. ഇതുവരെ റിയൽ മാഡ്രിഡ് ക്ലബ് പ്ലേയേഴ്സ് ആരും ഇത് വിസിറ്റ് ചെയ്തിട്ടില്ല. ക്ലബ്ബ് തന്നെ നേരിട്ട് നടത്തുന്നതാണ്. മേ ബി ആഫ്റ്റർ 4 or 5 months കഴിഞ്ഞ് അവർ വിസിറ്റ് ചെയ്യാൻ വരും. ഒറിജിനൽ സ്റ്റേഡിയമാണൊക്കെ ഇത് ഫുള്ളിരിക്കുന്നത്. നമ്മളൊരു സ്റ്റേഡിയത്തിനകത്തിരിക്കുന്ന സൗണ്ടും ബഹളവും. ഈ ക്യാമറയ്ക്കകത്ത് എന്തുമാത്രം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയണം, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ്.
റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയത്തില്ല, ശരിക്കും നേരിട്ട് സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ ഫീൽ ചെയ്ത് പോകും. ഹർദേവ് നടന്ന് കുഴഞ്ഞ് അവിടെ അങ്ങ് ഇരുന്ന്. പിന്നെ കുറേ ലാസ്റ്റ് പോയിൻ്റ് ആയപ്പോഴത്തേക്ക് ഫുട്ബോൾ കളിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഹർദേവ് ആദ്യമായിട്ട് കുറേ ഫോറിനേഴ്സുമായിട്ട് കളിച്ചു. ഇത് ഗെയിമെല്ലാം അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് കേട്ടോ. ഈ എല്ലാം ടിക്കറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. എക്സ്ട്രാ ചാർജസ് ഒന്നും നമ്മൾ ദിസ് ടീഷർട്ട് ഇസ് വെരി കോസ്റ്റ്ലി മാൻ, ഒറിജിനൽ ക്ലബിൻ്റെ. പിന്നെ ഈ ഒരു കാർഡ് നമ്മുടെ തരും, അതിൻ്റെ റിസൾട്ട് അതായി കാണുന്നത്. ഇതുപോലെ അവർ വീഡിയോ എടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈലിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്ത് തരും. ഓക്കെ ഗായ്സ്, അപ്പോൾ രണ്ടാമത്തെ ദിവസം ഇങ്ങനെ അതുപോലെ പോയി. ഇനി നാളെ ഞങ്ങൾക്ക് വേറെ കുറേ പ്ലാൻസ് ഉണ്ട്. ഞാൻ